നമസ്കാരം. വൈ പീപ്പിൾ ജഡ്ജ് സോ ക്വിക്ക്ലി? നിങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ആളുകളെ വിധിക്കുന്നത്? പലപ്പോഴും നിങ്ങൾ കാണുന്ന ഒരാളെ പെട്ടെന്ന് വിധിക്കാറുണ്ട്. അയാളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം പതിയുന്നുണ്ട്. നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, അവരധികം സംസാരിക്കുന്നില്ല. ഉടൻ നിങ്ങൾ വിചാരിക്കും അയാൾക്ക് ജാടയാണ്. നിങ്ങൾ ചിലപ്പോൾ ചിരിച്ചാൽ തിരിച്ച് അതുപോലെ ചിരിക്കാത്തവർ കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യില്ല, ഇയാൾ ആര്? ചിലപ്പോൾ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ, പെട്ടെന്ന് ആദ്യമായി കണ്ട് സംസാരിക്കുമ്പോൾ, അല്ലെ അവരോട് കൂടുതൽ ഇടപഴകുമ്പോൾ, അടുത്തല്ല പെട്ടെന്ന് ഇടപഴകുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവുന്നു. ആ ധാരണയെല്ലാം ശരിയാണ്. നമ്മൾ ഇന്ന് വരെ പലരെക്കുറിച്ചും ആദ്യം ധരിച്ചത് പിന്നീട് മാറിയിട്ടില്ലേ? ചിലപ്പോൾ നമ്മളവരെ ആദ്യം കാണുന്നു, ഒന്നും മിണ്ടുന്നു, അവരെക്കുറിച്ചൊരു ധാരണ ഉള്ളിൽ വരുന്നു. കുറച്ച് കഴിയുമ്പോഴല്ലേ അവരാരാന്ന് നമുക്ക് മനസ്സിലാവും. അവരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴല്ലേ ആ മനസ്സ് നമുക്ക് പിടിയിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ വിധിക്കുന്ന പലരും പല വേദനകൾ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവർ ഒരിക്കലും തങ്ങളുടെ വേദന മറ്റൊരാളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർ കാണുമ്പോൾ വലിയ ഇതില്ല. ചിലപ്പോൾ നമ്മൾ ചിലരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ, അടിച്ചു പൊളിച്ചാണല്ലോ എന്ന് പറയും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒത്തിരി വേദനകൾ കാണും. ചിലർക്കത് കാണിക്കാതെ അഭിനയിച്ച് അവർക്ക് രക്ഷപ്പെടാൻ അറിയാം. ചിലർക്ക് അത് കാണിക്കാൻ ഉള്ള വയ്യാത്തത് കൊണ്ട് അവരുടെ വേദന പുറത്ത് അറിയരുതെന്ന് വെച്ച് അവർ മിണ്ടാതിരിക്കും. നമുക്കൊരിക്കലും ഒരാളെയും വിധിക്കാൻ പാടില്ല. നമ്മളെ ഇതുപോലെ പലരും വിധിച്ചിട്ടില്ലേ? നമ്മളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ആദ്യം കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെറും സാധാരണ മനസ്സ് മനസ്സിലാക്കുന്നതാണ്, അല്ലേ? ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ വേറൊരാളെ വിധിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ ബ്രെയിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ബ്രെയിൻ പെട്ടെന്ന് ഒരാളെ പറ്റി നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഇഷ്ടത്തിനങ്ങ് സൃഷ്ടിച്ച് കളയും. അങ്ങനെയല്ല. നമ്മൾ ആരുമായെക്കുറിച്ചും വിധിക്കുന്നതിന് മുമ്പ്, അവരെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് അവരെ ശരിക്കും മനസ്സിലാക്കുക, അവരെ അടുത്തറിയുക, എന്നതിന് ശേഷം മാത്രം അവരെക്കുറിച്ച് മനസ്സിലൊരു രൂപം സങ്കല്പിക്കുക. അത് ഇന്നു മുതൽ നിങ്ങൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. കാണുമ്പോഴേ ഒരാളെക്കുറിച്ചുള്ള ധാരണ, ചിലപ്പോൾ ആ ഒരു ധാരണ കൊണ്ട് തന്നെ നല്ല നല്ല ബന്ധങ്ങൾ ഇല്ലാതായി പോവാം. നാളെ ഒരു നല്ല ബന്ധം ഉണ്ടാവേണ്ടത് ഇല്ലാതായി പോവാം. ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ ഇല്ലാതായി പോവാം. അനാവശ്യമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അപ്പം ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു വ്യക്തിയെ കണ്ടാലും അവരുമായി സംസാരിക്കുക, അവരെ പരിചയപ്പെടുക, അവരെ കൂടുതൽ അടുത്തറിയുക, നമ്മളെയും അറിയിച്ചു കൊടുക്കുക. അതിനുശേഷം മാത്രം അവരെക്കുറിച്ച് വിധി എഴുതുക, അവർക്കൊരു ചിത്രം നൽകുക. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ എല്ലാം നല്ലതായി കണ്ട് നല്ലതായി മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.